എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അത് നമ്മുടെ മിന്നൂസിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് കൊണ്ടുപോയി നമ്മൾ ഹെൽത്തിൽ കാണിച്ചു. നമ്മളെ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഒരു സർജറി ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എലൈറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എലൈറ്റിൽ നമ്മൾ സർജറി ഡോക്ടറെ കാണിച്ചിട്ട് ഞങ്ങൾ ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് മിന്നൂസ് കയറണം. ആ പേടിയൊക്കെ മനസ്സിലാവട്ടെ. നിനക്ക് ഫുഡ് കഴിക്കാണ്ട് വന്ന പ്രശ്നങ്ങളൊക്കെ നീ മനസ്സിലാക്കണം. നീ ഫുഡ് കഴിക്കുമോ? ആ, അപ്പം ഇതുപോലെ കിടക്ക വരണം. നമ്മുടെ മിന്നൂസിൻ്റെ ബ്ലഡിൻ്റെ റിസൾട്ടൊക്കെ വന്നപ്പോൾ മിന്നൂസിനെ അവിടെ അഡ്മിറ്റ് ആക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെ കാഷ്വാലിറ്റിയിൽ ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഞങ്ങൾ റൂം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റൂമിനുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അതുവരെ കാഷ്വാലിറ്റിയിൽ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. റെസ്റ്റ് ചെയ്യാനല്ല, അവൾക്ക് ഗ്ലൂക്കോസും കാര്യങ്ങളും മരുന്നുകളൊക്കെ കയറ്റാണ്ട് കയറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ റൂം കിട്ടുമ്പോൾ നമ്മൾ റൂമിലേക്ക് മാറും. നമ്മുടെ മാതിരി കുറേ ആൾക്കാർ ഇവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മിന്നൂസിന് വൈറസ് ബാധ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉള്ളതായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പനി പിടിച്ചു, ശബരിമലയ്ക്ക് പോയി വന്ന് പിറ്റേ ദിവസം പനിയും കാര്യങ്ങളും പിടിച്ചു. പിന്നെ വയറിളക്കം, ഛർദി ഇതൊക്കെ പിടിച്ചു. അത് വൈറസ് ബാധയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സ്കാൻ ചെയ്യാൻ പോയിക്കാന്ന് പറഞ്ഞില്ല. അന്ന് ആ സ്കാനിങ് റിപ്പോർട്ട് നമ്മൾ പിറ്റേ ദിവസം കാണിച്ചപ്പോൾ കുട്ടിക്ക് അപ്പൻഡീസിൻ്റെ വയറുവേദനയാന്ന് പറഞ്ഞു. അപ്പോൾ അത് 90-95% സ്പ്രെഡ് ആവാറായിട്ട് മറ്റേ പഴുപ്പ് കയറി. അപ്പൻഡീസിൻ്റെ വയറുവേദന ഇത് വന്ന് അതിൽ പഴുപ്പ് കയറി എന്ന് പറഞ്ഞു. അപ്പോൾ കയ്യോടെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിക്കോ, പിന്നെ സർജറി ഡോക്ടറെ കാണിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ എലൈറ്റിലേക്ക് പോകും. എലൈറ്റ് ഇന്നലെ എത്തി. ഇന്നലെ സർജറി ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം തന്നെ ഐസിന്ന് മാറ്റിയിട്ട് റൂമിലാണ്. അപ്പോൾ ഇന്നലെ എടുത്തില്ല, വീഡിയോ എടുത്തില്ല. കാരണം കുട്ടിക്ക് ഇപ്പോൾ തീരെ വയ്യെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ ഓർമ്മ ഉണ്ടായില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ വീഡിയോ ചെയ്യണത് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഈ വയറുവേദന വരാൻ കാരണം ഭക്ഷണം കഴിക്കാനാണ്. കുട്ടിക്ക് ഭക്ഷണം കഴിക്കൽ വളരെ കുറവാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാത്തതാണ് ഈ കുട്ടിക്ക് വന്നിട്ടുള്ളത്. പക്ഷേ പുറത്തുനിന്നുള്ള ഫുഡ് കൂടുതൽ കഴിച്ചാലും ഈ സംഭവം വരും. അപ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് കഴിക്കാറില്ല. പുറത്ത് കഴിക്കും വല്ലപ്പോൾ. അതും കുട്ടിയൊന്നും വലിയ കാര്യം കഴിക്കാറില്ല. ഞാൻ ശാരീരം കഴിക്കാറില്ല. ഇവിടേക്ക് വന്നിട്ടുള്ളത് ഭക്ഷണം കഴിക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഭക്ഷണം കഴിക്കാത്ത പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ച് ശീലിപ്പിച്ചോളൂ. ഈ പിള്ളേർ കളിക്കാൻ പോയിക്കാന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതുപോലത്തെ വയറാൻ വരും. സർജറി ചെയ്യാൻ ഇങ്ങനെ കിടക്കേണ്ടി വരും. നല്ല വേദന എടുത്തിട്ടാണ് ഞങ്ങൾക്ക് എടുക്കുന്നത്. ആള് സർജറി ചെയ്തതിൻ്റെ തലേദിവസം തൊട്ട് വരുമ്പോൾ ഭക്ഷണമില്ല, ഇപ്പോഴും ഇല്ല. ഇനിയിപ്പോൾ ഈയൊരു ഇവിടെ ഗ്ലൂക്കോസ് ഞാത്തിട്ടുണ്ട്. അത് ഒരു കുട്ടി കഴിഞ്ഞിട്ട് കുറേശ്ശെ വെള്ളം കൊടുത്ത് തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടില്ല. ഫുഡ് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. കുട്ടി സർജറി ചെയ്ത് കാണിച്ച ഇവിടെയാണ് സർജറി ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് ഇവിടെ അപ്പൻഡീസിൻ്റെ ഇത് ഉണ്ടാവുക. ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡോക്ടർ പറഞ്ഞത് സംഭവം ഹോട്ടലിന്മ ഉണ്ടാവുന്ന സൈഡിൽ ഉണ്ടാവുന്ന ഒരു മുഴയെന്ന് പറഞ്ഞത്. കാരണം നമ്മുടെ ഹോട്ടലിൽ ബ്ലോക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ സൈഡിൽ വിളിച്ചു തരാമെന്ന് പറഞ്ഞാൽ സാധനം കെട്ടിയിട്ട് കഴിഞ്ഞാൽ സംഭവം തരുമ്പോൾ സംഭവം ചെയ്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുട്ടികൾക്ക് വരാണ്ടിയാണ് നമ്മൾ ഇടിക്കണം. കാരണം നമുക്കെന്തായാലും ഈ വർക്ക് കഴിക്കാം. ഇനി വരാണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡും കാര്യങ്ങളും കറക്റ്റ് കുട്ടികൾക്ക് കൊടുക്കുക. കറക്റ്റ് അല്ലാത്ത കുട്ടികൾ കറക്റ്റാക്കുക, സമയത്തിന് കറക്റ്റ് ഫുഡ് കഴിച്ച് ശീലിക്കുക. വീട്ടിൽ നിന്നിട്ട് നമ്മൾ പറ്റാവുന്ന വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ റെസ്റ്റും കാര്യങ്ങളും പിന്നെ അങ്ങനെയുള്ളതൊക്കെ ഇവർക്ക് എന്തിട്ടുണ്ടാവുന്ന വെച്ചാൽ അതൊക്കെ നമ്മൾ വീഡിയോസ് അറിയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്താൽ മതി. ഞങ്ങൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അറിയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടോ. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഒരു ബായ് പറഞ്ഞു, ന്യൂസ് ഒരു ബായ് പറഞ്ഞു. അപ്പോൾ ശരി.